ശത്രുപീഡനം സഹിക്കാനാകാതെ പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് പലായനം ഹിജ്റ ചെയ്തപ്പോൾ അവരുടെ സർവ്വ സമ്പാദ്യങ്ങളും മക്കയിൽ ഇട്ടേച്ചു പോവുകയായിരുന്നു. ഈ സമ്പാദ്യങ്ങളെല്ലാം ഖുറൈശികൾ പിടിച്ചെടുക്കുകയുണ്ടായി. മുസ്ലിങ്ങളുടെ ഈ സമ്പാദ്യം മുതലിറക്കി അവരെ തന്നെ നശിപ്പിക്കാനുള്ള ശത്രു തീരുമാനം സത്യവിശ്വാസികൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ശത്രുവിന്റെ ഈ ഗൂഢനീക്കം തടയാൻ ഒരു മാർഗമേ മുസ്ലിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. മദീന വഴി സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശികളെ തടയുക, കിട്ടാവുന്നിടത്തോളം തങ്ങളുടെ സമ്പാദ്യം തിരിച്ചു വാങ്ങും. കാരണം സിറിയയുമായുള്ള വ്യാപാര ബന്ധം ഖുറൈശി ജീവിതത്തിന്റെ മുഖ്യ ആശ്രയമായിരുന്നു. മദീന വഴി കടന്നുപോകുന്ന വ്യാപാര സംഘത്തെ തടഞ്ഞു വെച്ചാൽ തങ്ങളുടെ ജീവിതമാർഗം ഓർത്തുകൊണ്ടെങ്കിലും മുസ്ലിങ്ങളുമായിട്ട് സന്ധി ചെയ്യാനും അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാനും ഖുറൈശികൾ തയ്യാറാകുമെന്ന് അവർ ചിന്തിച്ചു. ഖുറൈശികളുടെ കച്ചവട മാർഗം തടസ്സപ്പെടുത്താനും കിട്ടാവുന്നത്ര ധനം തിരിച്ചു പിടിക്കാനും മുസ്ലിങ്ങൾ തയ്യാറായി. ഇങ്ങനെയാണ് അവർ ബദറിലേക്ക് യാത്ര പുറപ്പെട്ടത്.